കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ സച്ചിദാനന്ദ ഗോവിന്ദ മാധവ. ഈ ഈശ്വരനാമങ്ങളുടെ പ്രാവീണ്യം, കഴിവ്, മനുഷ്യൻ്റെ മനസ്സിനെ തന്നിലേക്ക് അടുപ്പിക്കുന്ന ഈശ്വരനാമങ്ങളാണ്. ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം. പക്ഷെ അതിന് വേണ്ടത്, പ്രാഥമികമായിട്ട് കിട്ടേണ്ടത്, മനുഷ്യജന്മത്തിൽ കിട്ടേണ്ട ഒന്നാണ് ഗുരുകാരുണ്യം. ആ ഗുരുകാരുണ്യം ഉണ്ടെങ്കിലേ നമുക്ക് എന്തും നേടുവാൻ സാധിക്കുകയുള്ളൂ. ഗുരു എന്ന് പറയുമ്പോൾ ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ തന്നിലൂടെ ശിഷ്യനിലേക്ക് പകർന്നു തരുന്ന ഒരു മഹത്തായ കാരുണ്യമാണ് ഗുരുകാരുണ്യം. അപ്പോൾ ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ നമുക്ക് അറിയുവാൻ സാധിക്കില്ല. ലോകം നിറഞ്ഞു നിൽക്കുന്നതാണ് വിശ്വം വിഷ്ണു ഷഡ്കാരോ ഭൂതഭവ്യഭവൽ പ്രഭു. ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുക, ഇന്നടത്തൊന്നുമില്ല, ഒരു ഇഞ്ച് പോലും മിച്ചം വയ്ക്കാണ്ട് നിറഞ്ഞു നിൽക്കുന്ന ആ വിഷ്ണു രൂപത്തെ നമ്മൾ പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളിലും കാണാനുള്ളൊരു സുവർണമായ ഒരു അവസരമായിരുന്നു പണ്ട് കാലത്ത് വിഷു എന്നുള്ളത്. പക്ഷേ അത് പറഞ്ഞാണ് വിഷു ആയത്. വിഷു എന്നല്ല ശരിക്കും കണി കാണേണ്ടത്, വിഷുവിനല്ല കാണേണ്ടത്, വിഷുക്കണി അല്ല അത്. ശരിക്കും എന്താണത്? വിഷ്ണുക്കണിയാണ്. ലോകത്തിലെ എല്ലാ ഫ്രൂട്ട്സിലും എല്ലാത്തിലും വിഷ്ണുവിനെ കാണുന്ന ആ ഒരു കണിയാണ് വിഷുക്കണി. പക്ഷേ വിഷ്ണുക്കണി പറഞ്ഞ് ഇന്നത്തെ ലോകത്ത് വിഷുക്കണിയെ അറിയാവൂ. വിഷുവിന് കണിയില്ല. വിഷു എന്നുള്ളത് വിഷ്ണുവിൻ്റെ പറഞ്ഞുള്ള ലോപിച്ച ഒരു വാക്കാണ്. അപ്പോൾ നമ്മൾ വിഷ്ണുവിനെ എല്ലായിടത്തും നിറഞ്ഞു കാണുക. ബ്രഹ്മണ്യോ ബ്രഹ്മവിവർദ്ധന ബ്രഹ്മവിദ് ബ്രാഹ്മണോ ബ്രഹ്മീ ബ്രഹ്മജ്ഞോ ബ്രാഹ്മണപ്രിയ. ആ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് വിഷ്ണു കണിയിൽ കാണുന്നത്. ഇത് ഗുരുവായൂർ വെച്ച് ഇതുപോലെ അവിടെ ഒരു നമ്പൂരി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മോൻ ക്ഷേത്രത്തിൽ കളിച്ച് നിന്നപ്പോൾ ഒരു കൊച്ചു പയ്യൻ കൂടെ വന്ന് കളിക്കാനായിട്ട് നിന്നു. അപ്പോൾ കളിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞതാണ്, നീ എന്നെ കണ്ടല്ലേ, നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ കൊച്ചു പയ്യൻ തൻ്റെ അരയിലുണ്ടായിരുന്ന അരഞ്ഞാണം എടുത്ത് ഈ പയ്യൻ്റെ അരയിലേക്ക് അണിയിച്ചു കൊടുത്തു. കാരണം ഭഗവാനൊക്കെ എപ്പോഴും അങ്ങനെയാണ്, അവരണിയിക്കുന്നേക്കാളും നമ്മൾ അണിയിച്ചിട്ട് നമ്മളെ അണിയിച്ച് അവർ കണ്ട് സന്തോഷിക്കും. നമ്മൾ ഭഗവാനിൽ അണിയിച്ച് നമ്മൾ സന്തോഷിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. അപ്പോൾ ഈ കുഞ്ഞിനും വലിയ സന്തോഷമായിരിക്കും. എന്താണ്, അതും നടക്കുമ്പോൾ ശബ്ദം കേൾക്കും ചെറുതായിട്ടിങ്ങനെ. ശരി, അപ്പോൾ നമുക്ക് ഇനി കാണാം എന്ന് പറഞ്ഞ് രണ്ടുപേരും പിരിഞ്ഞു വീട്ടിലെത്തിയപ്പോഴാണ് പ്രശ്നമുണ്ടായത്. എന്താണ്, അച്ഛൻ അവിടെ നട അടച്ചിട്ട് വന്ന സമയത്തായപ്പോൾ ദേവസ്വം ഓഫീസർ വിളിക്കുന്നു. എന്താണ്, ഗുരുവായൂരപ്പന് ചാർത്തിയിരുന്ന ഈ കിങ്ങിണി കാണാനില്ല, അരഞ്ഞാണം കാണാനില്ല, അതെവിടെ പോയി? അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ക്ഷേത്രത്തിൽ അരഞ്ഞാണം കാണാനില്ല. തിരിച്ചു വന്ന് ഇവിടെ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ എന്താണ്, മകൻ്റെ അരയിൽ അരഞ്ഞാണം ഇരിക്കുന്നു. എടാ, നിനക്ക് ഇവിടെ കിട്ടി, നീ അവിടെ നിന്ന് മോട്ടിച്ചു എന്ന് കേട്ടു. അയ്യോ, എൻ്റെ കൂടെ കളിച്ച കൊച്ചു പയ്യൻ തന്നെയാണ്. ഏത് കൊച്ചു പയ്യൻ നിൻ്റെ അവിടെ കളിക്കാൻ അവിടെ നിൽക്കുന്നത്? അവിടെ ആരുമില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലേ, എൻ്റെ അവിടെ കൊച്ചു പയ്യനും വന്നില്ല, വലിയ പയ്യനും വന്നില്ല, നീ ആരാ ഈ മോട്ടിച്ചെന്തിനാ? മോട്ടിച്ച വസ്തു എന്തെന്നും പറഞ്ഞുകൊണ്ട് കമ്പെടുത്ത് അടിച്ചു. 2 അടി കഴിഞ്ഞപ്പോൾ ഈ പയ്യന് ദേഷ്യം വന്നു. ഞാൻ കള്ളമല്ല പറഞ്ഞത്, സംശയം ഉണ്ടെങ്കിൽ അകത്ത് പോയി ചോദിച്ചോ, ഗുരുവായൂരപ്പനാണ് എനിക്ക് തന്നത്, അവളിൽ നിന്ന് കൊച്ചു പയ്യനുണ്ടെന്ന് അവൻ ആ ഒരു വിശ്വാസം വന്നു, ഗുരുവായൂരപ്പനായിരിക്കുമെന്നു. നേരെ വിളിച്ചുകൊണ്ട് വന്ന് കേട്ട്, ഗുരുവായൂരപ്പൻ്റെ നടയിൽ വന്നിട്ട് കേട്ട്, ഇവ മോട്ടിച്ചതല്ലേ, ഇതെന്താണെന്ന് കേട്ട് 2 അടി കൂടെ കൊടുത്തപ്പോഴത്തേക്ക് അകത്ത് നിന്ന് ശബ്ദം കേട്ടു. എന്താണ്, അതെൻ്റെ കളി കൂട്ടുകാരനാണ്, ഞാൻ അവന് കൊടുത്ത എന്നെ കാണുന്നതിന് പകരം കണി കാണാൻ വേണ്ടി അവന് കൊടുത്ത അരഞ്ഞാണമാണ്, നിങ്ങൾക്ക് എന്ത് അധികാരം അത് ചോദ്യം ചെയ്യാനെന്നത്. അപ്പോൾ ഈ അടിയുടെ വേദന കണ്ട് ആ പയ്യൻ എന്ത് ചെയ്ത് ആ അരഞ്ഞാണത്തെ ഉരുട്ട്, എന്നാ എനിക്ക് വേണ്ട, ഇത് കാരണം എനിക്ക് എത്ര അടി കിട്ടിയെന്നാ, നീ എന്നെ വച്ചോ എന്ന് വേണ്ടി വലിച്ചങ്ങ് എറിഞ്ഞു. പക്ഷെ ചെന്ന് വീണത് അടുത്ത് നിന്ന ഒരു കൊന്നമരത്തിലാണ്. ആ കൊന്നമരത്തിൽ ഇത് വീണതോടുകൂടി അതിൻ്റെ ഇലയ്ക്ക് പകരം എല്ലാം പൂക്കളും കൊണ്ടങ്ങ് നിറഞ്ഞു. അങ്ങനെയാണ് ആ കണിക്കൊന്നയുടെ ഒരു മാഹാത്മ്യം. പീതാംബരം കരവിരാജ ശംഖുചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം പാതാലയേശ മനുഷ്യം ഹൃദിഭാവയാമി. ഇങ്ങനെയുള്ള പത്മനാഭനായ പീതാംബരധാരിയായ ഗുരുവായൂരപ്പൻ്റെ പുഞ്ചിരിയാണ് വിഷ്ണുക്കണി.